നമസ്കാരം. സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ ഉത്തരത്തിക്കാവിലാണ് കേട്ടോ. ഇന്ന് സാധാരണ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു വീഡിയോ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷമത്തിലാണ് നമ്മളിവർ കുറേ ദിവസമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നാണ് എനിക്കിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ മകള് അയന കൃഷ്ണ, 10 വയസ്സായ കുട്ടി ഈ കരൾ രോഗം ബാധിച്ചിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് 50 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട്. നമുക്കറിയാം, ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ സഹായവും സഹകരണവും കൊണ്ടാണ് അത്തരത്തിലുള്ള കുട്ടികളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി വെറും 10 വയസ്സ് മാത്രമാണ് ആ കുട്ടിക്കുള്ളത്. പിന്നെ ഇദ്ദേഹത്തിനൊക്കെ കൂലിപ്പണിയും കാര്യങ്ങളുമാണ്. അപ്പോൾ അവരെ കൊണ്ട് താങ്ങാത്ത ഒരു സാമ്പത്തിക ഭാരിച്ചൊരു ചെലവാണിത്. അപ്പോൾ ഒരു നാട് മൊത്തം രാഷ്ട്രീയവും മതവും ജാതിയും ഒന്നും നോക്കാതെ ഒരു നാട് മൊത്തം ഇവിടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരുവിധ ആളുകളെ മുഴുവൻ എന്നെ അല്ലെങ്കിൽ എനിക്ക് അവരെ അറിയാവുന്നതാണ്. എല്ലാ ആളുകളും ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ഒരു 50 ലക്ഷം എന്നുള്ളൊരു വലിയ തുകയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് അതികഠിനമായ ഒരു പ്രയത്നം, നല്ലൊരു പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ആ ഫോളോവേഴ്സിനോട് ഞാൻ അഭ്യർത്ഥന നടത്തുകയാണ്. നിങ്ങളൊരു 100 രൂപ വെച്ചിട്ട് അയച്ചാൽ പോലും ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അവർക്ക് അത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിയെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് നിങ്ങൾ ഓരോ ഫോളോവേഴ്സും ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഓരോ ആളുകളും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട്, ഈ അയനകൃഷ്ണ എന്ന് പറഞ്ഞ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അവനാ കഴിയണത്. ഇപ്പം നമ്മളിപ്പോൾ ഇത്ര രൂപ എന്ന് ഒരാളോട് പറയാൻ കഴിയില്ല. കാരണം കൂലിപ്പണിക്കാരുണ്ട്, അല്ലെങ്കിൽ മീഡിയം ആളുകളുണ്ട്. അവരവനെ കൊണ്ട് കഴിയുന്ന ഒരു തുക ഇതിൽ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ കൊടുക്കാം. അപ്പോൾ ഇതിനൊരു കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചികിത്സാ ധനസഹായ ഫണ്ടിന് വേണ്ടിയിട്ട് ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. അതിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയണ തുക, ഇനി അഥവാ നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് മാക്സിമം എത്തിക്കാം. എന്തായാലും കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് ഇവിടെ ആളുകളുണ്ട്, അവരെന്തായാലും സംസാരിക്കും. ഇതിപ്പോൾ കുട്ടിയുടെ അവസ്ഥ ആദ്യം കുറച്ച് 3-4 മാസത്തിന് മുന്നേ ഞങ്ങളിപ്പോൾ കാണിച്ചിരുന്നത് മലബാർ ക്യാൻസർ സെൻ്ററിലാണ്, തലശ്ശേരി. അവിടുന്ന് നോക്കിയപ്പോൾ ഏകദേശം കീമോ ചെയ്ത് നോക്കുമ്പോൾ പകുതി ബാഹ്യഭാഗം മാത്രമേ, ഡോക്ടർ പറഞ്ഞു ബാഹ്യഭാഗം മാത്രമേ ചുരുങ്ങുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നോക്കാമെന്ന് പറഞ്ഞു. അതിപ്പോൾ നമ്മളവിടുന്ന് വന്ന് ഡിസ്ചാർജ് വാങ്ങി നേരെ എറണാകുളത്തുള്ള ലക്ഷറിൽ വന്ന് OP എടുത്ത് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കുറച്ച് ക്രിറ്റിക്കലാണ്, കരളിൻ്റെ ഉള്ളിലാണ് ഇത്ര ഈ ട്യൂമർ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കീമോ ചെയ്യാൻ ഒന്നുകൂടി നമുക്ക് 2-3 തവണ കീമോ കൂടി ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ വേറൊരു ഡോക്ടർ പറഞ്ഞു പൈസ നല്ല ചിലവ് വരും, അതുകൊണ്ട് നിങ്ങളെ കുറച്ച് താൽക്കാലികമായിട്ട് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലുണ്ട് കടവന്ത്ര, അവിടെയാണ് ഇപ്പോൾ ചികിത്സ 3 കീമോ കഴിഞ്ഞത്. ഇനി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കീമോ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു 12-ാം തീയതി ഒരു അൾട്രാ സ്കാനിങ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ കുട്ടി കുറേശ്ശെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. മുന്നേ തീരെ ഭക്ഷണമൊന്നും കഴിച്ചായിരുന്നില്ല, ആകെ ക്ഷീണത്തിലായിരുന്നു. ഇപ്പോൾ ചെറിയൊരു തോതിലൊരു ഉണർവ് വന്നിട്ടുണ്ട്. ബാക്കി മെമ്പർമാരും ഇതിൻ്റെ കമ്മിറ്റിക്കാരും എല്ലാവരും കൂടെ ചേർന്ന് സഹായിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ഇത് നല്ലവരായ നാട്ടുകാരെ സഹായിക്കുന്നുള്ള ഒരു നന്നായി സഹായിക്കുന്നു വിചാരിച്ച് ഞാനും എൻ്റെ കുടുംബവും മുന്നോട്ട് പോകാനുള്ള ഉദ്ദേശിക്കുന്നത്. പ്രീജു ഏട്ടൻ്റെയും അമ്പിളി ചേച്ചിയുടെയും മകള് അയന എന്ന് പറയുന്ന 10 വയസ്സുള്ള കൊച്ചുകുട്ടി ഞങ്ങളുടെയൊക്കെ ഇടയിൽ ഇത് കൂടെ കളിച്ച് ചിരിച്ച് വളരെ സന്തോഷത്തോടെ നടന്നിരുന്ന ഒരു പെൺകുട്ടി, വളരെ മിടുക്കായ ഒരു പെൺകുട്ടി. അപ്പോൾ ഈ ഒരു 1-1.5 മാസത്തിന് മുൻപാണ് ഞങ്ങൾ ഈ കാര്യം അറിയുന്നത്. ഞാനിവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. ഞങ്ങൾ ഈ കാര്യം അറിയുന്നത് ഈ കുട്ടിക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർമാരെ കണ്ടിരുന്നതും. പല ഡോക്ടർമാരെ ഇവർ ഫാമിലി പോയി കണ്ടു, ഓരോ ഹോസ്പിറ്റലുകളിലും മാറി പരിശോധിച്ചു. അവസാനമാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് കരളിന് ഇതേപോലെ ട്യൂമർ ബാധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷർ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടെ നിന്നാണ് പറഞ്ഞത് കരൾ മാറ്റിവെക്കലല്ലാതെ വേറൊരു മാർഗം ഇതിനില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ അതിന് ഏതാണ്ടൊരു
50 ലക്ഷം രൂപ വരേക്ക് ചെലവ് വരുമെന്നാണ് പറഞ്ഞത്. ഒരിക്കലും പ്രീജുവേട്ടൻ്റെ ഒരു ഫാമിലിക്ക് അഫോർഡബിൾ ആയി അവരെ കൊണ്ട് സാധിക്കുന്ന ഒരു എമൗണ്ട് അല്ല അത്. അവരെ കൊണ്ട് എന്നല്ല, അവരെ കൊണ്ട് കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി, നാട്ടിലുള്ള എല്ലാവരും കൂടി, ഒരു രാഷ്ട്രീയമോ കാര്യങ്ങളൊന്നും നോക്കാതെ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ ജാതി മതത്തിലുള്ള എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഒരു ദിവസം ഒരു കമ്മിറ്റി രൂപീകരിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും, കാരണം ഞങ്ങൾക്ക് അങ്ങനെ വിട്ട് കളയാൻ പറ്റിയ ഒരു കുട്ടിയല്ല അയന എന്ന് പറയുന്നത്. കാരണം ഞങ്ങളുടെ ഒരു കൊച്ചനിയത്തിയായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഇടയിൽക്കൂടെ കളിച്ച് ചിരിച്ച് ഞങ്ങൾ ആ സന്തോഷം കണ്ടു വളർന്നതാണ്. അപ്പോൾ ആ കുട്ടിയെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അങ്ങനെയാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഞങ്ങൾ അതിന്റെ ഫണ്ട് കളക്ഷന് വിവിധ മാർഗങ്ങളൊക്കെ അന്വേഷിച്ച് തുടങ്ങിയത്. അപ്പോൾ കുറേശ്ശൊക്കെ ഫണ്ട് വന്നു. പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളെ കൊണ്ടും ഈ പ്രദേശവാസികളെ കൊണ്ടൊന്നും താങ്ങാവുന്നതല്ല ഈ 50 ലക്ഷം. വളരെ സാധാരണക്കാരായ ആളുകളാണ് ഞങ്ങളുടെ ഈ പഞ്ചായത്തിലും ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ ഉള്ളവർ. അപ്പോൾ അവരൊക്കെ എത്ര പരിശ്രമിച്ചാലും ഈ ഒരു 50 ലക്ഷത്തിലേക്ക് എത്താൻ പറ്റുന്ന ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങൾ നിരന്തരം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഓരോ വീടുകളും കയറിയിട്ട് ഈ ചുറ്റുപാടുള്ള വീടുകളൊക്കെ കയറി ഞങ്ങൾ പൈസ കളക്ട് ചെയ്തു. എന്നാലും ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് പോലും എത്തുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാവരെയും സഹായം അഭ്യർത്ഥിക്കുന്നത്. ഈ ഒരു കൊച്ചുകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായം ഉണ്ടാവണം. നമ്മുടെയൊക്കെ ഒരു മനുഷ്യത്വത്തിനെ അടയാളപ്പെടുത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. ഞങ്ങൾക്ക് ഇനിയും ആ കൊച്ചുകുട്ടിയുടെ സന്തോഷം കാണണം. അയന ഞങ്ങളുടെ ഇടയിൽ വളരെ കളിച്ചു ചിരിച്ച് ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു ലക്ഷ്യമായിട്ട് ഞങ്ങൾ ബാക്കിയുള്ള തിരക്കുകളൊക്കെ മാറ്റിവെച്ച് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ കൂടി ഒരു സഹായം ഇതിലേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ മഹത്തായ ദൗത്യം വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സഹായിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നമസ്കാരം, ഞാൻ ഇടിനേഴി ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പറാണ്. നമ്മുടെ വാർഡത്തെ കുട്ടിയാണ് അയന കൃഷ്ണ. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ്. അവർക്ക് വലിയൊരു തുകയാണ് ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്, 50 ലക്ഷം. അത് അവരും കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മളുടെ എല്ലാവരെയും സഹായം അവർക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി സഹായിച്ച് ഒപ്പം ഉണ്ടാവണമെന്ന് മാത്രമാണ് പറയാറുള്ളത്.